ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അതിൽ ഒരു മുളകും തൈ നമ്മൾ വിത്തിനിട്ടിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം മുളച്ച് കുറച്ച് വലുപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വലിയൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാനാണ്. പിന്നെ കൂടെ നമ്മളെ കുറച്ച് കൃഷികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ വിത്തിട്ട് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നമ്മൾ അടുക്കള ആവശ്യത്തിനൊക്കെ നമ്മൾ ഈ മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വിത്തിട്ട് മുളപ്പിച്ച ചീരൻ്റെ തൈകളാണ്. കുറച്ച് വലുപ്പം വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. രണ്ട് തരത്തിലുള്ള ചീരകൾ നമുക്കുണ്ട്. പച്ചച്ചീരയുണ്ട്, അതുപോലെ തന്നെ ചുവന്ന ചീരയുണ്ട്. നമ്മളെ ശരീരത്തിൽ അയൺ കണ്ടൻ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ് ഈ ചീര എന്ന് പറയുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കയ്പേൻ്റെ കൃഷിയുണ്ട്, മത്തനുണ്ട്, കോവലിൻ്റെ കൃഷിയുണ്ട്. ഇത് വെള്ളരീൻ്റെ ഒരു ചെടിയാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലായിരുന്നു വെച്ച് കൊടുത്തത്. എന്നിട്ടൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ പടർത്തി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. ഇനിയിപ്പം കായ ഉണ്ടാവാൻ സമയമായിട്ടുണ്ട്. ഇതാ സാധാരണ ഈ പൂവ് നമ്മൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആ കായ ഉണ്ടാവാറാണ് ചെയ്യുന്നത്. കണ്ടില്ല, ഇത് നമ്മൾ അതുപോലെ ഉണ്ടായുള്ള വെള്ളരിയാണ്. ഇതിൽ നിന്ന് കുറച്ചും കൂടി വലുപ്പം വെക്കാനുണ്ട്. ഇത് നമ്മളുടെ നീലമുളക് തന്നെയാണ്. അതിങ്ങനെ നിറം മാറി വരികയാണ് ചെയ്യുന്നത്, പച്ച കളറിൽ. പിന്നെ അത് വയലറ്റ് കളറിലേക്കൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചെറിയ ബോർഡിൽ കുറച്ച് വിത്തിനിട്ടിട്ടുണ്ടായിരുന്നു. ഇത് മുളകിൻ്റെ ഒരു തൈയാണ്. അതുപോലെ തന്നെ ഇതിൽ ചീര ഉണ്ട്. ഇതിൽ രണ്ട് തരത്തിലുള്ള ചീര ഉണ്ട്. നമുക്ക് പച്ചച്ചീരയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചുവന്ന ചീരയുണ്ട്. പിന്നെ ഇതൊരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചീരയാണ്. ഇതിൻ്റെ തണ്ടിന് നല്ല പിങ്ക് കളറാണ്. അപ്പോൾ ഏകദേശം വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 2-3 ഗ്രോ ബാഗ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മളിതിന് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് നമ്മളെ ഗാർഡനിങ് സോയിലാണ്. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ വരുന്ന വേസ്റ്റും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ 3 മിശ്രിതമാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോട്ടി മിക്സ്. നമുക്ക് പുറത്തുനിന്നുള്ള രാസവളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതൊക്കെ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ്, അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെക്കാം. അത് ഈ ഒരു പോട്ടിൽ നിന്ന് ഇതൊന്ന് അടർത്തിയെടുക്കാം. ചെറിയൊരു പോട്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. നല്ലോണം വേരുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാനിത് ഈ ഒരു ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മേൽമണ്ണ് കുറച്ചൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മേലെ മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി കുഴഞ്ഞു കൊടുക്കാം. ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേ ചെടി നന്നായിട്ട് ഹെൽത്തി ആയി വന്നോളും. പിന്നെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നു നമുക്ക് കായ ഉണ്ടാവുന്നതാണ്. നമ്മൾ ചീരയാണ്. ഇത് ചെറിയൊരു പോട്ടിലായിരുന്നു. ഇതും നമുക്ക് അതുപോലെ തന്നെ മാറ്റിയെടുക്കാം. 3 വെറൈറ്റി ആയിട്ടുള്ള ചീരകൾ ഇതിലുണ്ട്. നമുക്ക് ചുവപ്പ് ചീര ഉണ്ട്, പച്ചച്ചീര ഉണ്ട്. ഈ ഒരു ചീരനെ നമ്മൾ സുന്ദരി ചീര എന്നാണ് പറയുന്നത്. നമുക്കിത് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് പോട്ടിലേക്ക് മാറ്റാം. ആദ്യം ഞാനിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. എന്നിട്ട് വേണം നമുക്കിത് ഗ്രോ ബാഗിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതും കൂടി വെച്ച് കൊടുക്കാം. എല്ലാം ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഏകദേശം 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ പ്രാവശ്യത്തേക്കുള്ള വിളവെടുപ്പ് എടുക്കാം. അപ്പോഴത്തെ ഇലകളൊക്കെ നന്നായി വന്ന് തണ്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിർത്തുകയാണ്. നമ്മുടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളും നമ്മുടെ കൃഷികളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.